ഹായ് കൂട്ടുകാരെ, ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന നമ്മുടെ നായകന് കുറച്ച് കഴിയുമ്പോൾ ആൻറ്റി കയറി പ്ലക്കാൻ തോന്നും. നമ്മുടെ നായകൻ അതിന് ശ്രമിക്കുന്നതും തുടർന്നുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കഥ. സിനിമ തുടങ്ങുന്നേ കാണിക്കുന്ന ഇവരെയാണ്, സുമിത്ര, മാധവൻ, സുരേഷ്. അപ്പോൾ ഈ മാധവൻ സുരേഷിൻ്റെ സാറാണ്. സുമിത്ര ഇവരറിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സുമിത്ര ടൗണിലാണ്. അപ്പോൾ മാധവനാണെങ്കിൽ സുരേഷിനെ കൊണ്ട് കോളേജ് ചേർത്തപ്പം സുമിത്രയുടെ വീട്ടിൽ നിന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ വന്നതാണ്. ഇപ്പോൾ സുമിത്രയും സുരേഷൊക്കെ നേരത്തെ ചെറുപ്പം തൊട്ട് അറിയുന്നതാണ്. അവർ ഒന്നിച്ചൊക്കെ ആയിരുന്നു നാട്ടിൽ. പിന്നെ ഈ സുമിത്രയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ടൗണിലേക്ക് വന്നു. അപ്പോൾ ടൗണിലാണ് കോളേജൊക്കെ ഉണ്ടായിരുന്നത്. ആ സംഭവമൊക്കെ കാണിക്കും. പിന്നെ റൂമൊക്കെ കൊണ്ടുവന്ന് കാണിക്കും കേട്ടോ സുരേഷിനെ. പിന്നെ ഈ മാധവൻ സാറാണെങ്കിൽ കെട്ടിയവനെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പോൾ ഇവള് പറയും, കെട്ടിയവന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരുന്നുള്ളൂ, ഞാനിവിടെ ഒറ്റയ്ക്കാന്നൊക്കെ പറയും, വേലക്കാരിയൊക്കെ ഉള്ളൂ. പിന്നെ മാധവനാണെങ്കിൽ സുരേഷിനോടും സുമിത്രയോടൊക്കെ യാത്ര പറഞ്ഞ് പോകും. പിന്നെ കാണിക്കുന്നത് സുരേഷ് ആണെങ്കിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവർ, ഇതാണ് ഇവിടുത്തെ ഡ്രൈവർ. അപ്പോൾ ഡ്രൈവറിനെ സുരേഷിനെ അറിയില്ല. അപ്പോൾ ഡ്രൈവർ വന്ന ഉടനെ നീ ആരാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവൻ ഓടിപ്പോയി സുമിത്രയെ വിളിച്ചുകൊണ്ടൊന്ന് സുമിത്ര വഴിയും ഇത് ഇവിടുത്തെ ഡ്രൈവറാന്നൊക്കെ പറയും. പിന്നെ ഇവർ കടൽ തീരത്തിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ പണ്ടത്തെ കാര്യങ്ങളും ഇവർ പണ്ട് കളിച്ച് നടന്നതും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ്, എന്ന് വെച്ചാൽ അന്ന് നല്ല രസമായിരുന്നു. ഇവിടെ വന്നേ പിന്നെ സന്തോഷം എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. കെട്ടിയവനാണെങ്കിൽ ആഴ്ച ഒരു ദിവസമൊക്കെ വരുവുള്ളൂ. പിന്നെ കാണിക്കുന്ന ഇവൻ ഫസ്റ്റ് ദിവസം തന്നെ കോളേജിൽ പോകാൻ റെഡിയാകുന്നതാണ്. അപ്പോൾ സുമിത്രയാണെങ്കിൽ വന്നിട്ട് ഇവന് നല്ലപോലെ ഡ്രസ്സൊക്കെ ഇടിച്ച്, എന്ന് വെച്ചാൽ നല്ല അടുത്ത് നല്ല ഇതായിട്ട് ഇടപഴകിയൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇവളാണെങ്കിൽ ഡ്രസ്സൊക്കെ ധരിച്ചേക്കുന്ന കുറച്ച് ഇതായിട്ടാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന കോളേജാണ്. അപ്പം സീനിയേഴ്സായിട്ടുള്ള ചെറുക്കന്മാർ ഇങ്ങനെ വരുന്നവരെയൊക്കെ റാഗിങ് ചെയ്യാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇവനെ കാണും കേട്ടോ, സുരേഷിനെ. എന്നിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിക്കും. എന്നിട്ട് കുറച്ച് മോശമായിട്ടൊക്കെ ഇടപഴകുകയാണ് കേട്ടോ. എന്നിട്ട് ഇവനെ പിടിച്ച് തള്ളും. അപ്പം മനു എന്ന് പറഞ്ഞ് ഒരുത്തന് ഇതിൻ്റെ അകത്ത് വന്ന് ഇടപെടും കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ ഇവരോട് സംസാരിച്ച് തട്ടിക്കയറി ഇവരെയൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് പൈസയൊക്കെ മേടിച്ച് അവന് കൊടുക്കും. അങ്ങനെ മനുവും സുരേഷും നല്ല ഫ്രണ്ട്സാവും. പിന്നെ കാണിക്കുന്നത് ഇവൻ വീട്ടിലാണ്. അപ്പോൾ സുമിത്രയാണെങ്കിൽ സുരേഷിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചൊക്കെ അല്ലേ പഠിക്കുന്നത്, അപ്പം നല്ല രസമായിരിക്കുമല്ലേ, പെണ്ണുങ്ങളൊക്കെ ആയിട്ട് നല്ല ഇതായിരിക്കുമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പ്രേമമൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പം ഇവൻ പറയും, അതിനൊക്കെ പോയി ചേച്ചിയെ പോലെ വിഷമിക്കേണ്ട വരില്ലെന്നൊക്കെ പറയും. അപ്പോൾ എണീറ്റ് പോകും. എന്നിട്ട് ഇവനാണെങ്കിൽ ചെന്നിട്ട് സോറിയൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ ഇവനാണെങ്കിൽ ബുക്ക് വായിച്ചിരിക്കുമ്പോൾ ലൈറ്റ് ഇങ്ങനെ മിന്നുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ എന്താ പ്രശ്നമെന്ന് എടുത്ത് നോക്കുമ്പോൾ ഈ അവിടെ സുമിത്രയാണെങ്കിൽ ഇവനെ ലൈറ്റിട്ട് ഇങ്ങനെ കളിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ കുറച്ച് ഇതൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് വന്ന് ഇങ്ങനെ ഒരു മയക്കാനുള്ള പരിപാടി, അങ്ങനെയൊക്കെ സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ കാണിക്കുന്നത് ഇവനാണ് കേട്ടോ, മനുവും ഇവനും കൂടെ. അപ്പോൾ ഈ മനു ആണെങ്കിൽ ഇവന് മറ്റേ കുറച്ച് ഇലകളൊക്കെ കൊടുക്കാൻ നോക്കും, പക്ഷെ അവനൊന്നും സമ്മതിക്കില്ല. അതൊക്കെ പോയി. പിന്നെ ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ബീച്ചിൽ പോയിട്ട്, സുമിത്രയും സുരേഷും കൂടെ. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വരാനുള്ള സാഹചര്യവും അമ്മയും അച്ഛനൊക്കെ ഒരുപാട് നിർബന്ധിച്ചു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കല്യാണം കഴിക്കേണ്ടി വന്നത്, നിൻ്റെ അടുത്ത് യാത്ര പോലും പറയാതെ വന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ്. അച്ഛനാണെങ്കിൽ എന്ന് വെച്ചാൽ ടൗണിലേക്ക് കെട്ടിച്ചു വിട്ടു, നല്ല പൈസയുള്ള ആളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ലവറാണെങ്കിലും കത്തൊക്കെ എഴുതി തന്നത് പിരിയാന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. സുമിത്രയ്ക്കാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്നതിനൊക്കെ നല്ല വിഷമമുണ്ട്. പിന്നെ സുരേഷിനെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ കോളേജാണ് കാണിക്കുന്നത്. കോളേജിൽ ക്ലാസ് റൂം കാണിക്കുകയാണ്, സാറ് പഠിപ്പിക്കുന്നത് കാണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണാണെങ്കിൽ സുരേഷിനെ നോക്കുകയാണ്. എന്ന് വെച്ചാൽ ആ പെണ്ണിന് ഇവനോടൊരു സംഭവം തോന്നുകയാണ്. പിന്നെ ഇവൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ഇവനെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകും. അപ്പോൾ നീ എന്തിനാണ് എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്, എനിക്ക് പഠിക്കാനുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ പറയും, ഞാൻ നിൻ്റെ ഒരു സൂത്രം കാണിക്കാതെ കൊച്ചു പുസ്തകമാണ്. സുരേഷിനാണെങ്കിൽ ഈ സംഭവങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ ഇവനാണെങ്കിൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയുള്ള വിചാരങ്ങളുണ്ട് എന്നൊക്കെ പറയും. അന്നേരമാണെങ്കിൽ ഈ കൂട്ടുകാർ വരുന്ന കാണും. അപ്പോൾ പിന്നെ ഇവനാണെങ്കിൽ ഈ ബുക്ക് എടുത്ത് പെട്ടെന്ന് ഒളിപ്പിക്കും. അപ്പോൾ ഈ സുരേഷാണെങ്കിൽ ഇങ്ങനെ ഓർക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവൻ പറഞ്ഞ കാര്യങ്ങളും അന്നേരം ഇവൻ്റെ ആൻറ്റിയെ പറ്റി, സുമിത്രയെ പറ്റി ഇങ്ങനെ ഓർക്കുകയാണ്. എന്ന് വെച്ചാൽ അവൾ അവിടെ വന്ന് നിന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ വിചാരിക്കും അവൾ ഇതിനു വേണ്ടിയാണ് വന്നതെന്നൊക്കെ. പിന്നെയാണെങ്കിൽ ഇവനാണെങ്കിൽ രാത്രി കിടന്നിട്ട് ഉറക്കം വരാതെ എണീറ്റ് പോവും. എന്നിട്ട് സുമിത്രയുടെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഇവളിങ്ങനെ കിടക്കുന്ന കാണുമ്പോഴേ ഇവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നും കേട്ടോ, പിളക്കാനൊക്കെ തോന്നും. എന്നാലും അമ്മാതിരി കിടപ്പാണ്. സുമിത്രയെ കണ്ട ആർക്കും ഒന്നും പിളക്കാനൊക്കെ തോന്നും. അതുപോലെ അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ മനസ്സിലെ വികാരങ്ങളൊക്കെ അടക്കിയിട്ട് കഥ കടച്ച്
എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇവനിങ്ങനെയൊക്കെ തോന്നുന്നത്. എന്നിട്ടാണെങ്കിൽ കഥ അടച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ ആണെങ്കിൽ താഴെ നോക്കുമ്പം താഴത്തെ തറയിക്കൂടെ എന്തോ എഴഞ്ഞു പോകുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇവനെന്തോ സംശയം തോന്നും. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈവറാണെങ്കിൽ വേലക്കാരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇസ്മനാണെങ്കിൽ ജനലിക്കൂടെ ഒളിഞ്ഞു നോക്കുമ്പം ഡ്രൈവറാണെങ്കിൽ വന്നിട്ട് വേലക്കാരിയെ കയറി പ്ലക്കുകയാണ്. ഇവനത് കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതുകൂടെ കണ്ടപ്പോഴത്തേക്കും അവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം ഫുൾ അങ്ങോട്ട് പോയി. പിന്നെ കാണിക്കുന്ന കോളേജാണ്. ആ പെണ്ണാണെങ്കിൽ ഇവനെ വളച്ചെടുക്കാനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനായിട്ട് സുമിത്രയുടെ അടുത്ത് വരികയും അവരൊക്കെ ആയിട്ട് പരിചയപ്പെടുക, അങ്ങനെ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ഇവൻ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ലാസ്റ്റ് ഇവന് തന്നെ പണിയാകും. അതൊക്കെ ലാസ്റ്റ് ഇവനെ കാണിക്കും. പിന്നെ കാണിക്കുന്നത് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ സുമിത്രയാണെങ്കിൽ ഇവൻ്റെ കൈയെടുത്ത് ഇവളുടെ തൊടയിൽ വെക്കും. എന്നിട്ട് ഇങ്ങനെ തടവിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവൻ്റെ സകല കൺട്രോളും പോയിട്ട് ഇവൻ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഒന്നും നടന്നില്ല. പിറ്റേ ദിവസം കോളേജിൽ ചെന്നിട്ട് ഇവൻ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഇവൻ ഫ്രണ്ട് പറയും, എടാ നീ നല്ലൊരു അവസരമാണല്ലോ കളഞ്ഞത്, ഇനി ഇതുപോലെ ഒരു അവസരം കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഇവൻ എന്തോ കൊടുക്കും കേട്ടോ. ഇവനാണെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വന്നിട്ട് ഇവളെ ഇങ്ങനെ നോക്കും. അപ്പോൾ ഈ സുമിത്രയാണെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുകയല്ലേ, അപ്പോൾ അമ്മാതിരി ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇടയിലൂടെയൊക്കെ നോക്കിയാൽ എല്ലാം കാണാം. അപ്പോൾ ഇവനാണെങ്കിൽ ഇല കഴിച്ചതിൻ്റെ ലഹരിയിൽ ഇവനാണെങ്കിൽ ഇവളെ കയറി പിടിക്കാൻ വേണ്ടി അടുത്തേക്ക് വരികയാണ്. അപ്പോൾ കൈ തട്ടിയിട്ട് ഗ്ലാസ് താഴെ പോവും. അപ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് ചാടി എണീറ്റിട്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും. ഇവനാണെങ്കിൽ അയ്യോ എനിക്ക് തലവേദനയാ, വിക്സ് ഉണ്ടോ അത് ചോദിക്കാൻ വന്നതാന്ന് പറയും. അപ്പോൾ സുമിത്രയാണെങ്കിൽ ഇവനെ പിടിച്ച് മടിയിലൊക്കെ കിടത്തി നെറ്റിയിലിങ്ങനെ തടവും. അപ്പോൾ ഇവൻ്റെ ഒരു നോട്ടമുണ്ട്. അപ്പോഴത്തേക്ക് സുമിത്രയുടെ കിട്ടിയാൻ വന്നിട്ട് മുറി വരുമ്പോഴത്തേക്കും ഇവനിങ്ങനെ മടി കിടക്കല്ലേ. അപ്പോൾ ഇവള് പറയും നാട്ടിൽ നിന്ന് വന്നതാ, എനിക്കറിയാമെന്നാ, ചിലപ്പോൾ എന്നിട്ട് അറിയാമെന്നൊക്കെ പറയും. എന്നിട്ട് ഇവനാണെങ്കിൽ സുരേഷാണെങ്കിൽ റൂമിലേക്ക് പോവും. അപ്പോൾ കെട്ടിയവനാണെങ്കിൽ അവനാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങും. അതായത് ഇവൾക്കൊരു സുഖവും ഒന്നും കിട്ടാറില്ല. ബാക്കി അടുത്ത വീഡിയോയിൽ.